എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി GNM അതുപോലെ തന്നെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ANM കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് നാളെ നടക്കും. അതായത് നവംബർ 28-ാം തീയതി നടക്കുന്നതാണ്. അപ്പോൾ നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ അയക്കുന്നുണ്ടെങ്കിൽ അവരുടെ കൈവശം ഓതറൈസേഷൻ ലെറ്റർ നൽകിക്കൊണ്ടോ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. നിലവിൽ വെബ്സൈറ്റിൽ വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോം ഇതിൽ അതായത് ഇവിടെ കൊടുത്തത് കാണാൻ പറ്റും. കാൻഡിഡേറ്റ് ഇൻസ്ട്രക്ഷൻ ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് ഓൺ 28/11/2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു PDF നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് LBSൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓതറൈസേഷൻ ലെറ്ററിൻ്റെ ഫോമാറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, അടൂർ, അതുപോലെ ആലപ്പുഴ, പാമ്പാടി, കളമശ്ശേരി, തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, മഞ്ചേരി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നിങ്ങനെ ഇത്രയും 12 സ്ഥലങ്ങളിലായിട്ടാണ് ഈ ഒരു ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഓതറൈസേഷൻ ലെറ്റർ. ഇത് ഫില്ല് ചെയ്യാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പേര് എഴുതണം, അതുപോലെ നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങളുടെ റാങ്ക്, അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് ഏത് റാങ്ക് ലിസ്റ്റിലാണെന്നുള്ളത്, അതുപോലെ നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ പേരും അഡ്രസ്സും, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിച്ച് അറ്റസ്റ്റ് ചെയ്യണം. അതായത് ഗസ്റ്റഡ് ഓഫീസറെ കൊണ്ടാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ നിങ്ങളുടെ നെയിം, അതായത് നിങ്ങളുടെ പേര്, അഡ്രസ്സ്, അതുപോലെ തന്നെ ഗസ്റ്റഡ് ഓഫീസറുടെ പേര്, അതുപോലെ ജോലി, അതുപോലെ തന്നെ ഓഫീസിൽ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ ഫോട്ടോ ഒട്ടിക്കണം. എന്നിട്ട് ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ഫോട്ടോയുടെ ആ ഒരു ഡ്രസ്സിലും അതുപോലെ തന്നെ ഫോട്ടോയ്ക്ക് പുറത്തും എത്തുന്ന രീതിയിൽ സൈൻ ചെയ്യണം. ഫോട്ടോയുടെ മുഖത്ത് കൊള്ളാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ, അതുപോലെ തന്നെ പ്ലേസ്, ഡേറ്റ് ഇത്രയും രേഖപ്പെടുത്തിയിട്ട് നിങ്ങൾക്കൊരു ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾക്ക് പകരമായിട്ട് ആരെയാണോ അയക്കുന്നത് അവരുടെ കൈവശം കൊടുത്തയക്കാവുന്നതാണ്. ഇതിനു മുമ്പ് നിങ്ങൾ ഓതറൈസേഷൻ ലെറ്റർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓതറൈസേഷൻ ലെറ്റർ നൽകിക്കൊണ്ട് ഇതിൽ നിങ്ങൾക്ക് മറ്റൊരാളെ അയച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിർദ്ദേശങ്ങൾ. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട അപേക്ഷാർത്ഥികൾ താഴെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു LBS ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് ഹാജരായി പേര് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. 11 മണിക്ക് ശേഷം യാതൊരു കാരണവശാലും രജിസ്ട്രേഷൻ അനുവദിക്കുന്നതല്ല. ഒഴിവുള്ള സീറ്റുകളുടെ വിവരങ്ങൾ LBS വെബ്സൈറ്റിലും ഫെസിലിറ്റേഷൻ സെൻ്ററുകളിലും പ്രസിദ്ധീകരിക്കും. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അപേക്ഷയിന് ഒഴിവുള്ള കോളേജുകളിലെ സീറ്റുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. LBS നടത്തിയ മുൻ അലോട്ട്മെൻറ്റുകളുമായി പ്രവേശനം നേടിയ അപേക്ഷകർ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് പ്രവേശനം കോളേജ് മാറ്റം ലഭിക്കുന്നതിന് ഇപ്പോൾ പ്രവേശനം ലഭിച്ച കോളേജിൽ നിന്നും നിരാക്ഷേപത്വം അതായത് NOC ഹാജരാക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ടോക്കൺ ഫീസ് അടക്കുകയും ചെയ്ത ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തവരുടെ ടോക്കൺ ഫീസ് തിരിച്ചു നൽകുന്നതല്ല. ആയതിനാൽ പ്രവേശനം നേടാൻ താല്പര്യമുള്ളവർ മാത്രം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുക. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുമ്പ് ഫീസ് അടച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ടോക്കൺ ഫീസായിട്ട് 500 രൂപയും SC/ST OEC അതുപോലെ ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ വിഭാഗക്കാർ 100 രൂപയും അപ്പോൾ തന്നെ LBS സെൻറ്റർ മുഖേന ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ അലോട്ട്മെൻറ്റ് മെമ്മോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായിട്ട് 2025 നവംബർ 29-നകം അതത് കോളേജുകളിൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ നേടണം. അപേക്ഷ നേരിട്ട് ഹാജരാകുന്നില്ലെങ്കിൽ മാത്രം 3-ാമത്തെ പേജിലുള്ള ഓതറൈസേഷൻ ഫോം ഹാജരാക്കിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വേക്കൻസീസ് കൂടി പരിശോധിക്കാം. ഇവിടെ കാണാൻ പറ്റും വേക്കൻസി ലിസ്റ്റ് ഫോർ സ്പോട്ട് അലോട്ട്മെൻറ്റ് 28/11/2025 എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പുതുതായിട്ടൊരു ANM കോളേജ് അതായത് സെൽഫ് ഫിനാൻസ് കോളേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോളേജിൽ കൂടി ഈ ഒരു അലോട്ട്മെൻറ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ അഡ്മിഷൻ ആ ഒരു കോളേജിലേക്ക് കൂടി അഡ്മിഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗവൺമെൻറ് കോളേജിൽ ANM കോഴ്സിന് ഒരു സീറ്റാണ് ഈ ഒരു കോട്ടയം ജില്ലയിലെ ആ ഒരു കോളേജിൽ അത് തലയോലപ്പറമ്പ് കോളേജിൽ ഗവൺമെൻറ് കോളേജിൽ ANM കോഴ്സിന് ഒരു സീറ്റാണ് വേക്കൻസി ഉള്ളത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂൾ ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരത്ത് അവിടെ GNMന് 2 സീറ്റാണ് ഉള്ളത്. ബാക്കി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതായത് മെഡിക്കൽ ട്രസ്റ്റ് ANM സ്കൂളിലാണ് സീറ്റ് വേക്കൻസി ഉള്ളത്. അത് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജാണെന്നാണ് തോന്നുന്നത്, കാരണം അവിടെ 20 സീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറി ആ റാങ്ക് പ്രകാരം 12 സീറ്റ് ഉണ്ട്. Z വിഭാഗത്തിൽ 2 സീറ്റ്, MU വിഭാഗത്തിൽ 2 സീറ്റ്, SC വിഭാഗത്തിൽ 2 സീറ്റ്, BH വിഭാഗത്തിൽ 1 സീറ്റ്, LC വിഭാഗത്തിൽ 1 സീറ്റ് ഇങ്ങനെയാണുള്ളത്. SM കാറ്റഗറി എന്ന് വെച്ചാൽ എല്ലാവരെയും പരിഗണിക്കുന്ന കാറ്റഗറി സീറ്റാണ്. അതുകൊണ്ട് തന്നെ SM കാറ്റഗറിയിൽ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ANM കോഴ്സാണത്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്ന സമയത്ത് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതായത് ഈ ഒരു പുതുതായിട്ട് അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട് GNM കോഴ്സ് പ്രവേശനം നേടുന്നതിനുള്ള അവസാന തീയതി 30-ാം തീയതി ആയതിനാൽ 29-ാം തീയതിക്കുള്ളിൽ തന്നെ കോളേജിൽ അഡ്മിഷൻ നേടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ആ ഒരു സീറ്റ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് കൂടി ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിലാണ് ഈ ഒരു ആ ഒരു സീറ്റുകൾ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ
പുതുതായിട്ട് അംഗീകാരം ലഭിച്ച സ്ഥാപനങ്ങളിലേക്കും ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനും ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് സ്ഥാപനങ്ങളിലെ ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിനും ഒഴിവുള്ള സീറ്റുകൾ നികത്തുന്നതിലേക്കുള്ള സ്പോട്ട് അലോട്ട്മെൻറ്റ് ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നാളെ, അതായത് നവംബർ 28-ന് നടക്കുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് എന്ന് വെച്ചാൽ നേരത്തെ ഓൾറെഡി പ്രസിദ്ധീകരിച്ച റാങ്ക് ലിസ്റ്റാണ്. അപ്പോൾ ആ ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾക്ക് നാളെ രാവിലെ 11 മണിക്കാകും ഏതെങ്കിലും LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻ്ററുകളിൽ നേരിട്ട് ഹാജരായി ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം. നേരിട്ട് ഹാജരാവാൻ സാധിക്കാത്തവർക്ക് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ള ഓതറൈസേഷൻ ഫോം മുഖേന ആരെങ്കിലും അയച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന പക്ഷം അന്നേ ദിവസം തന്നെ ടോക്കൺ ഫീസ് അടക്കണം. ടോക്കൺ ഫീസ് നിങ്ങൾക്കറിയാം, SC ST OEC വിദ്യാർത്ഥികളാണെങ്കിൽ 100 രൂപ, മറ്റുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ 500 രൂപയാണ് ഈ ഒരു ടോക്കൺ ഫീസായിട്ട് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് വേക്കൻസിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്, അത്രയും വേക്കൻസിയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSന്റെ ഏതെങ്കിലും ഒരു ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരമായിട്ട് മറ്റൊരാളെ ഓതറൈസേഷൻ ലെറ്റർ നൽകിക്കൊണ്ട് അയച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും, അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളെ ആണ് അയക്കുന്നതെങ്കിൽ ഓതറൈസേഷൻ ഫോമിൻ്റെ ആ ഒരു ഫില്ല് ചെയ്ത ആ ഒരു ഫോമും, അതുപോലെ തന്നെ നിങ്ങളുടെ അതായത് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ അടക്കാനുള്ള ഫീസും അത് നൽകിക്കൊണ്ട് നിങ്ങൾക്കിതിൽ, അല്ലെങ്കിൽ എടുത്തുകൊണ്ട് നിങ്ങൾക്കിതിൽ പോയിട്ട് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നാളെ രാവിലെ 11 മണിക്കേക്ക് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ പേര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് 11 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതായത് നാളെ രാവിലെ 11 മണി വരെ വന്നിട്ട് പേര് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സ് വേക്കൻസി അനുസരിച്ച് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അഡ്മിഷൻ ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇതിനു മുമ്പ് ടോക്കൺ ഫീസ് അടക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം നിങ്ങൾക്ക് നവംബർ 29-ാം തീയതിക്കുള്ളിൽ അഡ്മിഷൻ നേടാവുന്നതാണ്. നഴ്സിംഗ് അഡ്മിഷൻ്റെ കട്ട് ഓഫ് ഡേറ്റ് നവംബർ 30-ാം തീയതി ആയതുകൊണ്ട് തന്നെ നവംബർ 29-ാം തീയതി വൈകുന്നേരം 4 മണിക്കുള്ളിൽ തന്നെ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരുന്നതാണ്. ഈ ഒരു അഡ്മിഷൻ നേടാനുള്ള ഡേറ്റ് നീട്ടി നൽകുന്നതായിരിക്കില്ല എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നാളെ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് LBSന്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റൊരാളെ അയച്ചുകൊണ്ടോ ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.